എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Pentacles, Knight of Cups, Queen of Swords, Lover's Energy, Hermit Mode, High Priestess. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹെർമിറ്റ് മോഡാണ്. സോ നിങ്ങൾ ഈ ഒരു മാസം പൊതുവേ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം കരിയർ, ഫിനാൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതം, ഔദ്യോഗിക ജീവിതം, കുടുംബജീവിതം രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ സമ്പത്ത്, ധനം ഉണ്ടാക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നേറുക എന്നുള്ളൊരു ചിന്തയുള്ളതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടിത്തറ വളരെ സ്ട്രോങ് ആണ്. അതായത് നിങ്ങൾ സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലും ഒരേപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ പണത്തിന് പിറകെ പോകുന്നതല്ല, മറിച്ച് ജീവിക്കുന്നതിനും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിനും അനുസരിച്ച് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങൾ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഡിറ്റർമൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. യു ബിൽഡിങ് യുവർ മെറ്റീരിയൽ സെക്യൂരിറ്റി. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ കമ്പനി നിങ്ങളെ വാല്യൂ ചെയ്യുന്നു. അതേപോലെ നിങ്ങളുടെ ചെയ്യുന്ന ജോലി നിങ്ങളുടെ മേലധികാരികൾ കാണുന്നു, നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും എക്സ്ട്രാ കെയർ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജി വളരെയധികം സ്റ്റേബിളായിട്ടാണ്. യു ഫീലിംഗ് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു ജോലിയിൽ തുടരാൻ. അതായത് ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജോലിയിൽ നിങ്ങളുണ്ടെങ്കിൽ ആ ജോലി പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലല്ല, ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അത് ധനസമ്പാദനത്തിലുള്ള ഒരു മാർഗമാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മാസം നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പുതിയ ജോലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും അത് കിട്ടുകയും ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിയിലേക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പുതിയ പ്ലാൻസ് ഉണ്ട്, മുന്നോട്ടേക്ക് പുതിയ പ്രോഗ്രസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഇതിനു മുമ്പ് കുറച്ച് സ്റ്റക്കായിരുന്ന എനർജി വളരെ ആക്റ്റീവ് ആകുന്നുണ്ട്. അതുകൊണ്ട് പല ബ്ലോക്സും, അതായത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ളൊരു ബ്ലോക്ക് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എനർജി സ്റ്റേബിൾ ആകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ ആൻഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു എനർജിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആത്മീയതയിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആശ്രമങ്ങളോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ചേരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒരു സോളിറ്ററി വിഡ്രോവൽ, അതായത് നിങ്ങൾ അമിതമായിട്ട് ഈ പറയുന്ന പാർട്ടീസ്, പ്രത്യേകിച്ച് നൈറ്റ് പാർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോകുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് സമയം ഒരു സോളിറ്ററി വിഡ്രോവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ഇന്നർ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ ഒരു സ്പിരിച്വലി വളരെയധികം ഒരു സ്പിരിച്വൽ വിസ്ഡം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇതൊക്കെ ചില ആളുകൾ യോഗ പോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു, പഠിക്കുന്നു. ഒരു സെൽഫ് ഡിസ്കവറി എന്നുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുസ്തകങ്ങൾ വായിക്കാം, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നതും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ പ്രണയാർദ്രമായിട്ടുള്ളൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ പൊതുവെ എല്ലാം കൂടി ചേർന്നൊരു സമയം, ഒരു എനർജി എന്ന് പറയാം. കാരണം പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് പോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയിക്കാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം പ്രണയിക്കുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ, പ്രണയ അഭ്യർത്ഥനകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്.
വിവാഹം സാധ്യത, സ്ട്രോങ് ആയിട്ടുള്ളൊരു ലവ് റൊമാൻറ്റിക് പ്രപ്പോസൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രപ്പോസൽ എന്തായാലും കാണിക്കുന്നു. വിവാഹം ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. എന്തായാലും പൊതുവെ ഒരു പ്രണയ സാധ്യതകളുള്ള സമയമാണ്. ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും, അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒത്തിരി നാൾ കഴിയുമ്പോൾ ചില ആളുകൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന പല ആളുകളും ആ ഒരു റൊമാൻസ് അവരുടെ ലൈഫിൽ പുണ്യം ഉണ്ടാകുന്നില്ല. മറിച്ച് പിന്നെ ജീവിതം പ്രാരാബ്ദം എന്നുള്ള രീതിയിൽ നീങ്ങുന്നവർ ആകാം. അപ്പോൾ ഇവിടെ ഈവൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളായിട്ടുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു റൊമാൻസ് തിരിച്ചു വരും. നിങ്ങൾക്ക് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ, ഇരുന്ന് സംസാരിക്കാൻ, പലർക്കും കിട്ടാത്തൊരു കാര്യം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷൻ, നല്ലൊരു ബന്ധം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ്. അതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലാതെയും നല്ല സൗഹൃദങ്ങൾ കാണിക്കും. ഒരു യൂണിറ്റിയാണ് അവിടെ. അപ്പോൾ രണ്ട് പേര് വളരെ നല്ലൊരു ബന്ധം, ആഴത്തിലുള്ളൊരു ബന്ധം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഇനി പ്രണയമല്ല എങ്കിൽ ഒരു സൗഹൃദമാണ്. ഒരു വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടുന്നു, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, അത് ആഴത്തിലുള്ളൊരു സൗഹൃദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാവാം. പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നവർ നിങ്ങളുടെ ഇതുവരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനിയിപ്പോൾ കോളേജ് സ്കൂൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതൽ ചാൻസസ് അവിടെയാണ് എന്ന് മാത്രം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങളിനി റിട്ടയർമെൻറ്റ് ഫേസിൽ റിട്ടയർ ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വ്യക്തി, അതായത് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ളൊരു സൗഹൃദം, അങ്ങനെ ഒരു സൗഹൃദം, ആഴത്തിലുള്ളൊരു സൗഹൃദം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകളും നിങ്ങളിപ്പോൾ ആസ്ട്രോളജി, ടാരറ്റ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാവാം എന്നുള്ളതും സൂചിപ്പിക്കും. നിങ്ങൾ വളരെ ഒരു സ്ട്രോങ്, ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു എനർജിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ദീർഘവീക്ഷണവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വപ്നത്തിൽ വരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്ന പല കാര്യങ്ങളും അതൊരു എന്താ പറയുക, നിങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് സംഭവ്യമാകുന്നുണ്ട്. അപ്പോൾ ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ സ്വപ്നം കുറച്ചധികം നാളായിട്ട് നിങ്ങൾ സെയിം സ്വപ്നം തന്നെ കാണുന്നുണ്ടെങ്കിൽ ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ നോക്കാവുന്നതാണ്. കാരണം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല സൂചനകളും തരുന്ന ഒന്നായിരിക്കാം അത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് ഹെർമിറ്റ് മോഡാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകൾ നിങ്ങൾ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സഞ്ചരിക്കാത്ത ഇടങ്ങളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഒരു വലിയൊരു യാത്രയാണ്. മാത്രമല്ല ഒരു വിനോദയാത്ര എന്നുള്ള രീതിയിലുള്ള യാത്ര ഉണ്ടെങ്കിൽ കൂടിയും പലരെയും സംബന്ധിച്ച് ഇതൊരു നിങ്ങളുടെ സോൾ പർപ്പസ്, നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അന്വേഷിച്ചുള്ള യാത്രയാവാം. പൊതുവിലൊരു ഇപ്പോൾ കാശി, രാമേശ്വരം ഒക്കെ ആളുകൾ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നു, സ്പിരിച്വൽ റിലീജിയസ് ആയിട്ടുള്ള ഇടങ്ങളെ തേടി പോകുന്ന ഒരു തരം യാത്രയുണ്ട്. അങ്ങനെയുള്ള യാത്രകളാകാൻ ചാൻസസ് ഉണ്ട്. ഒത്തിരി നാളത്തേക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ളൊരു യാത്ര എന്നൊക്കെ പറയില്ല, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളും നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അതായത് വിശദീകരണം നൽകുകയോ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. ചില ആളുകൾ ചില സിറ്റുവേഷൻസ് ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്, ഞാൻ ഇതുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണോ ആ വ്യക്തിയായിട്ട് സംസാരിക്കാൻ, ഇത് പ്രായമോ ആ വ്യക്തിയുടെ സാഹചര്യമോ അനുസരിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഭാഷയിൽ പറയുക. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. കാരണം അത് ആരോടാണോ പറയുന്നത് എന്നതിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഡിസിഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. കാരണം നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും പലപ്പോഴും ശരിയായിട്ട് വരുന്ന. മറ്റാളുകൾ പറയുന്നത് കേട്ട് ശീലമുള്ളവർ പ്രത്യേകിച്ചും
ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളും ഡിസിഷൻസാണ് കറക്റ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.